ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തത് എന്താണ്, അടുത്ത അധ്യായം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ അടുത്ത അധ്യായം എന്താണ്? ഓക്കെ, നിങ്ങളിവിടെ പല രീതിയിലും വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വെയിറ്റിംഗ് ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് കാറ്റഗറിയിൽ എന്തെങ്കിലും പരിപാടികൾ നടക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ നിങ്ങളുടെ അടുത്തോട്ട് വരണം. അത് നിങ്ങൾക്കും കൂടി അർഹതപ്പെട്ട കാര്യങ്ങളാണ്, പക്ഷെ ഒന്നും വരുന്നില്ല. അത് എപ്പോഴാണ് വരിക എന്നുള്ള രീതിയിലും കടം കൊടുത്ത കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടണം. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങളാണ്, അപ്പൊ എനിക്കത് തിരിച്ചു കിട്ടണം. അങ്ങനെയൊക്കെയുള്ള രീതിയിലും വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. ആ വെയിറ്റിംഗ് എനർജി വേറൊരു കാര്യത്തിനെയും കൂടി സൂചിപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കണം. നിങ്ങൾക്ക് അത് റിസൾട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സമാധാനം തരുന്ന ഒരു പരിപാടിയും കൂടി ആയിരിക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാത്തിനേക്കാളും വലുത് മനസ്സമാധാനമാണ്. മനസ്സമാധാനത്തോടുകൂടി സന്തോഷിക്കാൻ പറ്റുക, മനസ്സമാധാനത്തോടുകൂടി എന്താ പറയുക, ഒരു നേരം ആണെന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുക, അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യങ്ങളാണ്. ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ പറ്റുക, അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കാരണം നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ നോർമലായിട്ട്, ഇപ്പോൾ വർക്ക് പ്ലേസിലാണെങ്കിലും പുറമെ ഏതെങ്കിലും വ്യക്തികളുടെ മുമ്പിലാണെങ്കിലും നിങ്ങൾ നോർമലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ നല്ല ബുദ്ധിമുട്ട്, വിഷമം, അല്ലാന്നുണ്ടെങ്കിൽ വേദന പരിപാടികളൊക്കെ ചില സിറ്റുവേഷൻസിൽ നല്ല രീതിയിൽ ഇട്ടുകൊലയ്ക്കുന്നുണ്ട്. അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം പല സിറ്റുവേഷൻസിൽ മനസ്സിലാക്കി പല കാര്യങ്ങളും പല സത്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ തന്നെ പല തീരുമാനങ്ങളും എടുക്കാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുവാണ്. അത് ചിലപ്പോൾ വ്യക്തിയുടെ കാര്യമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമായിരിക്കാം, വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം, ഏതെങ്കിലും സിറ്റുവേഷൻസിന്റെ കാര്യമായിരിക്കാം. അതല്ല, ഇതാണ്. ഇപ്പൊ പഞ്ചസാരയും ഉപ്പും കൂടി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും നിങ്ങൾ വിചാരിച്ചത് രണ്ടും പഞ്ചസാരയാണ്. അപ്പൊ നിങ്ങൾ വൈകിയാണെങ്കിലും മനസ്സിലാക്കാൻ പോകുന്നു, പഞ്ചസാര പഞ്ചസാരയാണ്, ഉപ്പ് ഉപ്പാണ്. രണ്ടും ഡിഫറെന്റ് ടേസ്റ്റ് ആണ്, പക്ഷെ കാണാൻ ഒരുപോലെയാണ്. കാണാൻ ഒരുപോലെ ആയിരുന്നു, പക്ഷെ രണ്ടും രണ്ട് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് പോകുന്നു. അത് പ്രവർത്തിക്കാനും പോകുന്നുണ്ട്. പിന്നുള്ളൊരു നിങ്ങളുടെ ഒരു പൊതുവെ ഉള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ, ഇതിങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ, അല്ലെങ്കിൽ വേണ്ട, എല്ലാം ദൈവം നടത്തി തരട്ടെ, അല്ലെങ്കിൽ വേണ്ട,
എല്ലാം നാളെ മറ്റന്നാൾ ശരിയാകും, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ശരിയാകുമായിരിക്കും എന്ന് പറഞ്ഞൊരു 40% ആളുകൾ ഇരിക്കുന്നുണ്ട്. എല്ലാം ആരെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ ശരിയാക്കി തരുമായിരിക്കും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട പരിപാടികൾക്ക് നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നിങ്ങൾ തീരുമാനം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇതിലുണ്ട്. നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങളുടെ ഒരു സൈൻ വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കയ്യൊപ്പ് പതിയേണ്ട ഒരു പരിപാടി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അത് നിങ്ങളൊരു ഉചിതമായ തീരുമാനം എടുത്താൽ നിങ്ങൾക്കത് നല്ല രീതിയിലോട്ടുള്ള പ്രവർത്തികളിലോട്ട് കൊണ്ടുപോകും. ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം വിത്ത് സമാധാനം, സന്തോഷം എന്നുള്ളൊരു ജീവിതത്തിലോട്ട് കൊണ്ടുപോകും. അല്ലാന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്, ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്, ഒരു ബാലൻസ് ഇല്ലായ്മ ഉള്ള ഒരു പരിപാടിയിൽ നിൽക്കുവാണ്. ചില സമയത്ത് നിങ്ങൾ എല്ലാവരേക്കാളും നല്ല രീതിയിൽ സന്തോഷിക്കും, ചില സമയത്ത് എന്താ പറയുക, എല്ലാവരേക്കാളും നല്ല രീതിയിൽ ദുഃഖിക്കുന്ന ഒരു എനർജി. ഒരു പണ്ടത്തെ പോലെ ഉള്ള ഒരു ആക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു മടി, ഒരു ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്നു, സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ഒരു മടി, ഒരു ബുദ്ധിമുട്ട്, മനസ്സിനൊരു വിഷമം, അത് ശരീരത്തിനെയും കൂടി ബാധിക്കുന്ന ഒരു പരിപാടി. പക്ഷെ നിങ്ങൾ ഉചിതമായിട്ടുള്ള തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് വരുന്നത്. മനസ്സമാധാനവും സന്തോഷവും, നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടിയുള്ള ഒരു യാത്ര, അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെയുള്ള ഒരു യാത്ര, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. ചില ആളുകൾ ഒരു ആവശ്യമില്ലാത്ത ഒരു പിടിവിട്ട് കഴിഞ്ഞാൽ ഒരു ബന്ധം, റിലേഷൻഷിപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഒരു പരിപാടികൾ, പുതിയ തുടക്കങ്ങൾ, പുതിയ ജീവിതം, പുതിയ ബന്ധം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഒരു മീഡിയേറ്റർ ചർച്ച, ഒരു പരിപാടികളൊക്കെ വരുന്നുണ്ട്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വ്യക്തിയുടെ ഫ്രണ്ടിലായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ കൂടെ ആയിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ പേരിലായിരിക്കാം, സാമ്പത്തികത്തിന്റെ കാര്യത്തിലായിരിക്കാം, വേറെ ഏതെങ്കിലും ഇടപാടിന്റെ കാര്യത്തിലായിരിക്കാം. എന്തോ ഒരു കാര്യം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക. കാരണം അത് നിങ്ങളുടെ ഫ്യൂച്ചറിനും കൂടി പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. നമ്മൾ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനും കൂടി ഒന്ന് ഉപകരിക്കുന്ന കാര്യങ്ങളൊന്ന് മുന്നോട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ പിന്നെ അത് ഉറപ്പാക്കുക, രണ്ടാമതും ആ സിറ്റുവേഷൻ എന്നെ ബുദ്ധിമുട്ടിക്കില്ല, അല്ലെങ്കിൽ രണ്ടാമതും ആ ഒരു പരിപാടി, ആ ഒരു വ്യക്തിബന്ധം എന്നെ ബുദ്ധിമുട്ടിക്കില്ല. അതിന് നിങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഇപ്പൊ ഫോണിനാണെങ്കിൽ ഒരു പാസ്വേഡ് പോരെ, രണ്ടുപേരും സഹകരിക്കണം, സഹകരിക്കാതെ നിവർത്തിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ കാറ്റഗറിയിലാണെങ്കിൽ രണ്ടുപേർക്കും ഒരു പാസ്വേഡ് പോരെ, പോരെ? അങ്ങനെയല്ലേ അതിൻ്റെ ഒരു ഇത്. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, അവരെന്നോ താലപ്പൊലിയായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെയല്ലേ വേണ്ടത്. അപ്പൊ അത് അങ്ങനെയുള്ള, ഞാനതൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതുപോലെ ഉള്ള ഏതെങ്കിലും ഉചിതമായിട്ടുള്ള പരിപാടികൾ നിങ്ങളൊന്ന് മുന്നോട്ട് വെക്കുക. പിന്നെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം, അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളെ തന്നെ വിഷമിപ്പിക്കുന്നു. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വ്യക്തികളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻസിനാണെങ്കിലും, ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ. ആ ഒരു കാര്യം, ആ ഒരു പോയിന്റ് നിങ്ങളെ മനസ്സിൽ കുത്തുന്നത് പോലെ വേദനിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പിടി ഒന്ന് വിടണം. ഇപ്പോ പല ആളുകളും വാട്സപ്പിലൊക്കെ കൂടി ചോദിക്കാറുണ്ട്, ഹലോ യൂണിവേഴ്സ് അല്ലേ എന്നൊക്കെ. ഞാൻ പറയാം, അല്ല, അഞ്ജലിയാണ്. അപ്പോ
പിന്നെയും ചോദിക്കും യൂണിവേഴ്സ് അല്ലേ എന്ന്. അപ്പോ ആ യൂണിവേഴ്സ് അല്ലേ എന്ന് ആ ഇത് കേൾക്കുന്നതിന്റെ അധികാരത്തിൽ ഞാൻ പറയുവാണ്, നിങ്ങളുടെ അച്ഛനാടാ പറയണത്, കത്തി താഴെ ഇടറാന്ന് പറയണ പോലെ നിങ്ങൾ ആ ഒരു പിടി വിടണം. പിടി വിടാതെ രക്ഷയില്ല. കാരണം ആ പിടി നിങ്ങൾ മുറുക്കിയാല്, അതായത് എന്താണോ ഇങ്ങനെ പിടിച്ച് ഒലച്ച് നിങ്ങളെ കൊണ്ടിരിക്കുന്നത്, അതിന് ഉചിതമായിട്ട് തീരുമാനം എടുക്കാതെ നിങ്ങൾ സെയിം സ്റ്റേജിൽ തന്നെ പോയാൽ അത് നിങ്ങൾക്ക് എന്തുണ്ടാക്കും? എത്ര ഒരാൾ വിഷമിക്കാൻ പറ്റുമോ, എത്ര ഒരാൾ ബുദ്ധിമുട്ടാൻ പറ്റുമോ, ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോയി നിങ്ങളെത്തിക്കും. അതിന് അതാ ഞാൻ പറഞ്ഞത്, ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ ഇപ്പൊ ഉലച്ചോണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിനെ നിങ്ങൾ ഉചിതമായൊരു തീരുമാനമോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പിടിവിടുന്ന ഒരു പരിപാടികളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് പറ്റുന്ന ഒരു തീരുമാനമോ, അതല്ല നിങ്ങളെ അത്രയും ബുദ്ധിമുട്ടിപ്പിച്ച, അത്രയും നിങ്ങളെ ഒലച്ച ഒരു ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളത് പിടിവിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന പരിപാടികൾ, മാനസികമായിട്ട് ഒരുപാട് തളർച്ച, ബുദ്ധിമുട്ടുകൾ, ഒരു പിരിമുറുക്കങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു തീരുമാനം, ഫ്യൂച്ചറിനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കും കൂടി നല്ലൊരു ഗ്രോത്ത് വരുന്ന തീരുമാനങ്ങളും ആക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ പോലും ചിന്തിക്കുമോ, എൻ്റെ ജീവിതം ഇത്രത്തോളം മാറിയോ, എൻ്റെ ജീവിതം ഇത്രത്തോളം ഒരു സേഫായോ, ഇപ്പൊ എനിക്ക് നല്ല രീതിക്ക് ഒരു മനസ്സമാധാനം കിട്ടുന്നുണ്ട്, ഇപ്പൊ എനിക്ക് നല്ല രീതിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, സന്തോഷമുണ്ട്, ഞാനിപ്പോ ഇത്രയും നാള് ഇത്രയും ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ആ ഒരു സമയത്ത് ഓർക്കും. പക്ഷെ ഇറ്റ്സ് അപ് ടു യു. നിങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങളാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളാണ് ഇനി ഒരു കരു നീക്കേണ്ട ഒരു വ്യക്തി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പല ആളുകളും അവരുടെ ഇഷ്ടത്തിന്, അവരുടെ എന്താ പറയാ, അവര് ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളെ കൊണ്ട് നീക്കിക്കും. അത് വേണോ? നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ നീക്കണോ? മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ അവരുടെ ജീവിതത്തിന് ഒരു കളിപ്പാവയായിട്ട് നിൽക്കണോ? അതോ നമ്മളുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു എന്താ പറയാ, ഒരു കരു നീക്കണോ എന്ന് നിങ്ങളൊന്ന് തീരുമാനിക്കുക. കാരണം ഇപ്പോഴും സ്റ്റക്കാണ്. യെസ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ദൈവമേ ഭഗവാനെ, ഓക്കെ. അതായത് നിങ്ങളുടെ തീരുമാനത്തിനെയോ നിങ്ങളുടെ ഉചിതമായിട്ടുള്ള പല ആക്ഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പല കാര്യങ്ങളും നടക്കാൻ പോകുന്നത്. ഉചിതമായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നഷ്ടപ്പെട്ടോ അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള പല പരിപാടികളും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു കിട്ടുന്നതാണ്. ഒരു ഡാർക്ക്നെസ്സിൽ നിന്ന് ഒരു വെളിച്ചം, അത് മനസ്സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പരിപാടികൾ നിങ്ങളുടെ അടുത്തോട്ട് കിട്ടുന്നതാണ്. ആ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഉചിതമല്ലാത്ത പരിപാടിയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോകാനുള്ള പരിപാടിയും കാണിക്കുന്നുണ്ട്.
ഈ പല കാര്യങ്ങളെയും ആശ്രയിക്കുക, പല ദുശ്ശീലങ്ങൾ തുടങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അതുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ദുശ്ശീലങ്ങൾ ഒന്നുകൂടി പതിന്മടങ്ങാകുക. സ്വയം കെട്ടുപാടിൽ എന്താ പറയാ വരിഞ്ഞു മുറുക്കിയിരിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളിൽ പെടാനുള്ള ചാൻസും ഒരു ലൈഫിന് ബാലൻസ് ഇല്ലായ്മ നഷ്ടപ്പെടൽ കൂടുതലാകുക, അങ്ങനെയുള്ള പരിപാടികളും നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള തീരുമാനങ്ങളും പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസും എടുത്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ നല്ല രീതിയിലുള്ള സമാധാനവും സന്തോഷവും വിത്ത് മണി. സമ്പാദ്യം വേണമല്ലോ, പൈസ വേണമല്ലോ. വിത്ത് മണി, സന്തോഷം, സമാധാനം, ഒരു മനസ്സറിഞ്ഞുള്ള ഒരു ചിരി, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള യാത്രകൾ, ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ കൂടെയുള്ള സംസാരങ്ങൾ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കൽ, ഇഷ്ടപ്പെട്ട ആളുകളെ കാണൽ, അങ്ങനെയുള്ള പരിപാടികൾ, നഷ്ടപ്പെട്ട പല കാര്യങ്ങളും കിട്ടാനുള്ള പരിപാടികളെല്ലാം കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ എന്താ പറയാ ഞാൻ ഒന്നുകൂടി വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും റീഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.